ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് തന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവാണ്. എന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവുണ്ട്, അത് പൈശാചികമാണ്. പരിശുദ്ധാത്മാവ് ശക്തിയുടെ ആത്മാവാണ്. നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ശക്തിയുടെ ആത്മാവാണ്. പാപത്തെയും മരണത്തെയും ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റത് ശക്തിയുടെ ആത്മാവിനാലാണ്. നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ശക്തിയുടെ ആത്മാവാണ്. അത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. യേശുവിനെ കല്ലറയിൽ നിന്നും ഉയർപ്പിച്ച ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ആത്മാവ്, വ്യാപരിക്കുന്ന ആത്മാവ് ഏതാത്മാവാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. യേശു ഇന്ന് പകൽ നിങ്ങളെ ഉറപ്പിക്കുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. ദൈവമാണത് പറയുന്നത്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഞാൻ നിങ്ങളെ ശക്തീകരിക്കും. ഞാൻ നിങ്ങളെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിങ്ങളെ താങ്ങും. നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, നിങ്ങൾക്കൊരു യാത്രയുണ്ട്. ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട്, ദൈവം നിങ്ങളുടെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നത് കൊണ്ട്, ദൈവം നിങ്ങൾക്ക് മുൻപേ കടന്നുപോയി ദുർഘടങ്ങളെ നിരപ്പാക്കുന്നത് കൊണ്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകളെ തുറന്നു വയ്ക്കുന്നത് കൊണ്ട്, നിങ്ങൾക്കൊരു യാത്രയുണ്ട്, നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. ഭയപ്പെടേണ്ട. നിങ്ങളുടെ ഭാവി കർത്താവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി, നിങ്ങളുടെ തലമുറകളുടെ ഭാവി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ്. തക്ക സമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. അതിന് നിങ്ങൾ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. ദൈവത്തിൻ്റെ കൈ ബലമുള്ള കരമാണ്. നിങ്ങളെ ഉയർത്തുവാൻ ശക്തിയുള്ള കരം. ദൈവത്തിനറിയാം നിങ്ങൾക്ക് എപ്പോഴാണ് ഉയർച്ച വേണ്ടതെന്ന്, നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ബ്രേക്ക് ത്രൂ വേണ്ടതെന്ന് ദൈവത്തിനറിയാം. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നതിനേക്കാൾ, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒക്കെ വിചാരപ്പെടുന്നതിനേക്കാൾ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉന്നതമായ വിചാരമുണ്ട്. ഭയപ്പെടരുതെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ധൈര്യപ്പെടുവാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ദൈവത്തിൻ്റെ ദാസനായ മോശെ മരിച്ച ശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യോശുവയോട് ദൈവം 3 പ്രാവശ്യം പറഞ്ഞു, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കുക, ധൈര്യപ്പെട്ടിരിക്കുക. എന്തുകൊണ്ട്? നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെയുള്ളതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാം സാധ്യമാണ്. നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി യുദ്ധങ്ങളെ ചെയ്യുന്ന ദൈവം കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അകത്ത് വസിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയുക, ബലപ്പെടുക, ധൈര്യപ്പെടുക. നിങ്ങൾക്കൊരു മുന്നേറ്റമുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.